ബി സൺ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മകനായിരിക്കുക അല്ലെങ്കിൽ മകളായിരിക്കുക, ദൈവത്തിന് പുത്രനായിരിക്കുക അല്ലെങ്കിൽ പുത്രിയായിരിക്കുക. സ്തോത്രം. പാർട്ട് 1. ഡിറ്റോ വടക്കൻ എക്കിക്കാവൂ. യേശു പറഞ്ഞു, തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവരാരും തൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്നെത്താൻ തയ്ച്ച് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. എബ്രായർ ബാലന്മാർക്ക് പറയാനുള്ളത്, തങ്ങൾക്ക് നിശ്ചിതമായ വീഞ്ഞ് കഴിച്ച് തങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല. രാജാവിൻ്റെ രാജകീയ ഭോജനം കൊണ്ട് രാജകീയ ഭോജനം നിരസിച്ചു. ആയതിനാൽ 7 മടങ്ങ് തീച്ചുളയിൽ തീയിൻ്റെ അളവ് 7 മടങ്ങ് കൂട്ടി എബ്രായ ബാലന്മാരെ ശദ്രക്, മേശക്, അബ്ദനഗോ 3 പേരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ തീയിൽ 4-മനായി യേശു ക്രിസ്തു ഇറങ്ങി വന്നു തീയിൻ്റെ ബലത്തേക്ക് എടുത്തി. സ്തോത്രം. രാജാവ് പറഞ്ഞു, നാം 3 പേരല്ലയോ തീയിലിട്ടത്, ഇപ്പോഴെങ്ങനെ 4 പേര്? അവരോട് പുറത്തു വരാൻ പറഞ്ഞു. പുറമെ വന്ന് നോക്കിയപ്പോൾ രോമം കരികയോ പോറലേൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു അവരെ പരിപാലിച്ചു തീയിലിറങ്ങിയിട്ട്. സ്തോത്രം. രാജാവിനും ജനത്തിനും ബോധ്യപ്പെട്ടു, എബ്രായ ബാലന്മാരുടെ, ശദ്രക്, മേശക്, അബ്ദനഗോ, ഇവരുടെ ദൈവം ജീവനുള്ള ദൈവമെന്ന്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് ആ രാജാവ് അവരെല്ലാം അത്ഭുതപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അവര് പ്രമാണത്തിന് വേണ്ടി നിന്നു. രാജാവിൻ്റെ രാജകീയ ഭോജനം മദ്യം വീഞ്ഞൊന്നും കഴിച്ച് അശുദ്ധനാക്കാൻ തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കിയപ്പോൾ ദൈവം അവരെ പ്രസാദിച്ചു. യേശു ക്രിസ്തു തീയിലേക്ക് ഇറങ്ങി അവരെ വിടുവിച്ചു. സ്തോത്രം. എബ്രായ ബാലന്മാർക്ക് പറയാനുള്ളത്, ഞങ്ങൾ വിടുവിച്ചാലും ഞങ്ങൾ വീഞ്ഞ് കഴിക്കുകയില്ല. ഞങ്ങൾ രാജാവിൻ്റെ രാജകീയ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തുവിന് വേണ്ടി മയക്കുമരുന്ന്, മദ്യം, കള്ള്, കഞ്ചാവ്, അശുദ്ധ ജീവിതം, ഒരിക്കലും ഇതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? ക്രിസ്തു പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് ക്രിസ്തുഭക്തനാകുക, ക്രിസ്തുവിനെ അനുഗമിക്കുക. യേശു ക്രിസ്തു തന്നെത്താൻ തേച്ച് ക്രൂശ് സഹിച്ചു. നിന്ന, പരിഹാസം, ദുഷി, തല്ലെല്ലാം സഹിച്ചു. പിതാവാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നിറപടിയായി നിർവഹിച്ചു. ഞാനും നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക തയ്യാറുണ്ടോ? തിരുവചനം പറയുന്നു, എൻ്റെ നിമിത്തം, ക്രിസ്തു നിമിത്തം വീടോ നിലങ്ങളോ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ആരെന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ 100 മടങ്ങ് ഉപദ്രവത്തോടുകൂടി തന്നെ എല്ലാം ഈ ലോകത്തെ ഞാൻ തിരികെ ലഭിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തയ്യാറുണ്ടോ? പത്രോസിനെ യേശു വിളിച്ചപ്പോൾ പടക്കും വലയും എല്ലാം വിട്ട് പത്രോസ് യേശുവിൻ്റെ പുറകെ അനുഗമിച്ചു. എന്താണ് പരിണിതഫലം? പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ യേശു ക്രിസ്തു മരണപ്പെട്ടു ഉയർത്തുന്ന സ്വർഗ്ഗത്തിൽ പോയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് ലഭിച്ച ശേഷം പത്രോസ് പ്രസംഗിച്ചപ്പോൾ തൻ്റെ ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുവാനിടയായി. സ്തോത്രം. അത്ഭുതമന്ത്രി, വീരനാം ദൈവം. അതുപോലെ തന്നെ സ്തോത്രം. ദൈവത്തേക്ക് അധികം മറ്റൊന്നിനെ സ്നേഹിക്കാൻ പാടുകയില്ല. ഉദാഹരണമായി അബ്രാഹാമിനെ വിളിച്ചു ദൈവം ഊരിൻ്റെ പട്ടണത്തിന്. അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു, തൊഴിലും വീടും ചർച്ചക്കാരൊക്കെ വീട്ടിൽ ഇറങ്ങിത്തിരിക്കുക. അതുപോലെ ഇറങ്ങിത്തിരിച്ചു. തൊഴിലും വീടൊക്കെ തൊഴിലിലേക്കും ജീവിക്കും. വീട്ടിൽ എവിടെ താമസിക്കും ഒന്നും നോക്കിയില്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പുറപ്പെടാൻ വന്നു. അബ്രാഹാം അതേപോലെ അനുസരിച്ച് പുറപ്പെട്ടു. ആരെയും ചോദിച്ചാൽ പറയണ്ട, എങ്ങോട്ടാ അബ്രാഹാം പോകണം? ദൈവം കാണിപ്പാനുള്ള ദേശത്തേക്ക്. സ്തോത്രം. സ്തോത്രം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറുണ്ട്. തൻ്റെ തൊഴിലും വീടും നാടുകളും തുടങ്ങിയ അബ്രാഹാം പിന്നീട് ബഹുസമ്പന്നനായി എന്ന് ബൈബിൾ പഠിച്ചാൽ മനസ്സിലാക്കും. തൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക തന്നെ. സ്തോത്രം. യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ അല്ലാത്തത് യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ യോഗ്യതയില്ല. ലൂക്കോസ് 14:27. തൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കാത്ത ഒരുത്തിന് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ അവകാശമില്ല. ബൈബിൾ പഠിച്ചാൽ മനസ്സിലാക്കാം അബ്രാഹാം പിന്നീട് ബഹുസമ്പന്നനായി എന്ന്. സ്തോത്രം. അനർഹമായി ഒന്നും കൈപ്പറ്റരുത്. മോഷണം, കൊലപാതകം, വ്യഭിചാരം, പക, വിദ്വേഷം, വെറുപ്പ്, വെറിക്കൂത്ത് ഇതെല്ലാം ഉപേക്ഷിക്കണം. സ്തോത്രം. തയ്യാറുണ്ടോ? നീ മാനിക്കപ്പെടുക തന്നെ ചെയ്യും. തിരുവചനം പറയുന്നു, നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും കൊടുക്കുകയില്ല. പിന്നെയും പറയുന്നു, നീതിമാൻ കുടുങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല.
കുരിശിൽ കഴുത്തിലിടുന്നതല്ല, കുരിശിൽ തോളിൽ വെച്ച് നടക്കുന്നതല്ല. നിനക്ക് തന്നെ നിന്റെ ജീവിതം തന്നെ യേശുവിന് ഇഷ്ടത്തിനൊത്ത് ആക്കുവാൻ തയ്യാറുണ്ടോ? കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണ യേശു. എല്ലാവരും ഒറ്റപ്പെടുത്തട്ടെ. എരിയോയിൽ പോകുന്ന കള്ളന്മാരെ ഉപദ്രവിക്കപ്പെട്ട വ്യക്തിയെ നല്ല സമരിക്കാരൻ വന്ന് മുഴുവന്മേൽ എണ്ണയും വീഞ്ഞും പകർന്ന് എൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ടാക്കി 2 വെള്ളി കാശ് കൊടുത്തൊന്ന് വാങ്ങി അധികം എന്തെങ്കിലും ചെലവിട്ട് ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാം. നമ്മുടെ നല്ല സമരിക്കാരൻ യേശുവാണ് കേട്ടോ. യേശു നമ്മെ കൈവിടുകയില്ല. യേശുവിന് വേണ്ടി ജീവിച്ച, യേശുവിന് വേണ്ടി നിന്ന യേശു എല്ലാ സമയത്തും ഏത് കളയാലും തക്ക സമയത്ത് നമ്മെ വിടുവിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തി നമ്മൾക്ക് മാനിക്കുവാൻ തയ്യാറാവും. യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ യേശു അന്ത്യത്തോളം നടത്തുന്ന വിശ്വസ്തനത്ര, ശക്തനത്ര, പ്രാപ്തനത്ര, കഴിവുള്ളതിനത്ര, അധികാരമുള്ളതിനത്ര യേശുവിലേക്ക് സമർപ്പിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. വിറ്റോ വടക്കൻ ആക്കിക്കാവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.